പെരുമാറ്റച്ചട്ടം ലംഘിച്ചു എന്നുള്ളത് തൃശൂരിലെ NDA സ്ഥാനാർത്ഥി സുരേഷ് ഗോപിക്കെതിരെയാണ്. സുരേഷ് ഗോപിയുടെ വിശദീകരണം തേടി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ. സ്ഥാനാർത്ഥിയുടെ ബ്രോഷറിൽ പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് വിശദാംശങ്ങളില്ലെന്നും വ്യാപകമായി മതചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നു എന്നുമാണ് LDFന്റെ പരാതി. സൂരജ് സജീവ് വിവരങ്ങളുമായി. സൂരജ്, ഇതിൽ എപ്പോൾ വിശദീകരണം നൽകണമെന്നതാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടിരിക്കുന്നത്. എന്തൊക്കെയാണ് പരാതി? അനുജ, 2 ദിവസത്തിനകത്ത് വിശദീകരണം നൽകണമെന്ന് കാണിച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ നോട്ടീസ് സുരേഷ് ഗോപിക്ക് നൽകിയിരിക്കുന്നത്. പ്രധാനമായും ഈ സ്ഥാനാർത്ഥി നൽകിയ അഭ്യർത്ഥനയിൽ പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് സംബന്ധിച്ച വിശദാംശങ്ങൾ ഇല്ല എന്ന് ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് LDF പരാതി നൽകിയിരിക്കുന്നത്. CPIയുടെ ജില്ലാ സെക്രട്ടറി ആയിട്ടുള്ള KK വത്സരാജാണ് ഇത്തരത്തിലൊരു പരാതി നൽകിയത്. അതോടൊപ്പം തന്നെ ഒരു പരാതി കൂടി ഇവർ നൽകിയിട്ടുണ്ട്. അതായത് വ്യാപകമായി പ്രചരണങ്ങളിൽ ഈ മതചിഹ്നങ്ങളും അതുപോലെ തന്നെ തെരഞ്ഞെടുപ്പ് വാഗ്ദാനങ്ങളും നൽകി മതസ്പർദ്ധ ഉൾപ്പെടെ സൃഷ്ടിക്കാനുള്ള ഒരു ശ്രമം നടത്തുന്നു എന്നൊരു ആരോപണം കൂടി മുന്നോട്ട് വെച്ചുകൊണ്ട് ഒരു പരാതി കൂടി നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് BJPയുടെ വിശദീകരണം ഇത്തരത്തിലാണ്. ഈ തെക്കോട്ടിറക്കം പോലുള്ള അവയുടെ ചിത്രങ്ങൾ മാത്രമാണ് വെച്ചത്. അത് തൃശ്ശൂരിനെ സംബന്ധിച്ച് സാംസ്കാരികമായി അടയാളപ്പെടുത്തുന്ന ചിത്രങ്ങളാണ് ഈ തൃശ്ശൂർ പൂരവും അതുപോലെ തന്നെ ഈ തെക്കോട്ടിറക്കവും എല്ലാം തന്നെ. അതുകൊണ്ട് അത്തരം ചിത്രങ്ങൾ ഉപയോഗിക്കുന്നതിൽ തെറ്റില്ല എന്നൊരു നിലപാടാണ് BJP ഉള്ളത്. പക്ഷേ അതേസമയം ഈ പ്രിന്റിംഗ് ആൻഡ് പബ്ലിഷിംഗ് സംബന്ധിച്ച് അതിൽ ഒരു വിശദീകരണത്തിന് ഇതുവരെയും BJP കേന്ദ്രങ്ങൾ തയ്യാറായിട്ടില്ല. എന്തായാലും 2 ദിവസത്തിനുള്ളിൽ വിശദീകരണം നൽകണം എന്ന് കാണിച്ചുകൊണ്ട് ജില്ലയുടെ ചുമതലയുള്ള വരണാധികാരി കൂടിയായ ജില്ലാ കളക്ടറാണ് ഇത്തരത്തിലൊരു ഒരു വിശദീകരണം തേടിയിരിക്കുന്നത്. സുരേഷ് ഗോപിക്കെതിരെ പരാതി നൽകിയത് LDF ആണ്. തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വിശദീകരണം തേടി.